ഡൽഹി നിയമസഭയിലേക്കുള്ള മുഴുവൻ സീറ്റുകളിലേക്കും ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. പുതുമുഖങ്ങളെ അടക്കം രംഗത്തിറക്കാനാണ് കോൺഗ്രസും ബി.ജെ.പിയും ശ്രമിക്കുന്നത്. 70 അംഗ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതി സംബന്ധിച്ച പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് റിപ്പോർട്ട്. രാജ്യതലസ്ഥാനം നിയമസഭാ ചൂടിലേക്ക് കടന്നിരിക്കുകയാണ്. 70 അംഗ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള മുഴുവൻ സ്ഥാനാർത്ഥികളെയും ഭരണകക്ഷിയായ ആം ആദ്മി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. AAP അധ്യക്ഷൻ അരവിന്ദ് കെജ്രിവാൾ സിറ്റിംഗ് മണ്ഡലമായ ന്യൂഡൽഹിയിലും മുഖ്യമന്ത്രി അതിഷി കൽക്കാജി മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടും. 3 തവണ ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന ഷീലാ ദീക്ഷിതിന്റെ മകൻ സന്ദീപ് ദീക്ഷിതിനെ തെരഞ്ഞെടുപ്പ് ഗോദയിൽ ഇറക്കാൻ കോൺഗ്രസും തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ BJP ഇനിയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. നിരവധി പുതുമുഖങ്ങൾ BJPയുടെ പട്ടികയിൽ ഇടം പിടിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. മുൻ മുഖ്യമന്ത്രി സാഹിബ് സിംഗ് വർമ്മയുടെ മകൻ പർവേശ് വർമ്മയെ സ്ഥാനാർത്ഥിയാക്കുമെന്ന പ്രചാരണവും ശക്തമാണ്. വിവിധ വിഭാഗങ്ങൾക്കിടയിൽ വൻ പിന്തുണയാണ് BJPക്ക് ലഭിക്കുന്നതെന്ന് ഡൽഹി BJP അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ് പ്രതികരിച്ചു. AAPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ സ്വാധീനമുണ്ടാക്കാൻ വൻ പ്രചാരണ പരിപാടികളും BJP നേതൃത്വം ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു. അതേസമയം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്താൻ BJP നീക്കം നടത്തുന്നെന്ന് ആം ആദ്മി ആരോപിച്ചു. 1998 മുതൽ രാജ്യതലസ്ഥാനത്ത് BJPക്ക് അധികാരത്തിലെത്താനായിട്ടില്ല. തുടർച്ചയായ 3-ാം തവണയും അധികാരത്തിലെത്താമെന്നാണ് ആം ആദ്മി പ്രതീക്ഷിക്കുന്നത്. നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസും തീവ്ര പരിശ്രമത്തിലാണ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.